വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പൊ ആൻസി ഇളയാവരുടെ സാക്ഷ്യത്തിൽ ഒരു സാക്ഷ്യ അവരുടെ വീട്ടിലെ അവരുടെ മകൻ പിച്ചും പേയും പറയാൻ തുടങ്ങി. മകനല്ല, ആങ്ങള പിച്ചും പേയും പറയാൻ തുടങ്ങി. അവൻ യൂറോപ്പിൽ വിദേശത്ത് ജീവിക്കുകയാണ്, ജോലി അവിടെയാണ്. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവൻ സംസാരിക്കണത് ശരിയാകണില്ല. ഓരോ മനുഷ്യൻ്റെ ദുരന്തമേ, സംസാരിക്കണത് ശരിയാകണില്ല. ഒരു ഓർമ്മക്കുറവ് പോലെയൊക്കെ പറയണം. എന്താ വെച്ചാൽ സങ്കടം ഭയങ്കരമാണ്. കല്യാണം കെട്ടിക്കാൻ കുറേ നാളായി, 10-27 വയസ്സായപ്പോൾ ഇന്ന് വരെ ജീവിത പങ്കാളിക്ക് ഒക്കണില്ല. ഇപ്പോൾ ഇങ്ങനെ നിന്ന് പോകുവാന്ന് വിചാരിച്ചപ്പോഴേ അവൻ്റെ മനസ്സിൻ്റെ സമനില വിട്ട പോലെയൊക്കെ അവൻ സംസാരിക്കണം. നിങ്ങളിതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ദുരന്തമാണ് ശരിക്കും, എന്തുമാത്രം ദുരന്തമാണ്. അപ്പോൾ അവർ പെങ്ങൾക്കത് മനസ്സിലായി. അതായത് ആങ്ങളയ്ക്ക് ജീവിത പങ്കാളിയെ കിട്ടാത്ത, വിവാഹം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവന് മനസ്സ് വേദനിച്ചിട്ട് അവനിങ്ങനെ സമനില തെറ്റിയ പോലെയൊക്കെ എല്ലാവരോടും എടുത്തു ചാടും, എല്ലാവരോടും കോപിക്കും. തൊട്ടാൽ അവൻ വഴക്കുണ്ടാക്കി അവസാനിക്കത്തുള്ളത്. ഒന്നും പിടിക്കണില്ല, ഭക്ഷണം പിടിക്കണില്ല, വസ്ത്രം തേക്കണ പിടിക്കണില്ല. അപ്പോൾ ഇങ്ങനെ പിടിക്കാതെ വരുമ്പോൾ നിങ്ങൾക്കറിയാം അത് ആ വിഷയം അതല്ല, വേറെ എന്തോ വിഷയമാണെന്നൊക്കെ മനസ്സിലായി. പക്ഷേ പെങ്ങളത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അവനെ കല്യാണം വെക്കാത്ത വന്നു. ഒരു പെണ്ണ് അവനെ പിടിക്കണില്ല, അതാണ് പ്രശ്നം. അവന് പിടിക്കണ പെണ്ണുങ്ങൾക്ക് പിടിക്കത്തില്ല. എന്ത് ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴുടനെ ആൻസി പറഞ്ഞു ഉടമ്പടി എടുത്തില്ല. ആൻസി ഉടമ്പടി എടുത്ത കാരണം ആൻസിക്ക് ധൈര്യമുണ്ട്. ആൻസി അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്ന് അവൻ്റെ അവസ്ഥ കണ്ട, അവൻ പിച്ചിപ്പയും പറയാൻ കണ്ടില്ലേ, അവൻ്റെ സമനില എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൻ നാളെ മറ്റന്നാളെ പോവുകയാണ്, ലീവും കഴിഞ്ഞ്. ഇക്കാലം ലീവ് മുഴുവൻ ഇവിടെ നിന്നിട്ട് അവന് പെണ്ണ് കിട്ടിയില്ല, അവൻ പോവുകയാണ്. ഇനി അവൻ എപ്പോൾ വരാനാണ്? വന്നാൽ തന്നെ അവൻ ഇപ്പം തന്നെ ഇത് അവസ്ഥയെങ്കിൽ എന്ത് അവസ്ഥയായിരിക്കും? അതുകൊണ്ട് അമ്മയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇന്ന് രാത്രി അമ്മ അവന് പെണ്ണിനെ കൊടുക്കണമെന്ന് പറയും. ഇന്ന് രാത്രി അവനുള്ള പെണ്ണിനെ എവിടെയാണ് ഉള്ളത്, അമ്മ അവന് അതിനൊരു അടയാളം കൊടുക്കണമെന്ന് പറയും. അപ്പോൾ അത്രയും സ്വതന്ത്രമായിട്ട് അമ്മയോട് സംസാരിക്കുകയും എന്നിട്ട് അവൾ മാറിക്കിടന്ന് ഉറങ്ങും. അപ്പോൾ അമ്മ അവൾ ഉറങ്ങണ സമയത്താണ് അമ്മ പറയും, നീ പറഞ്ഞ കാര്യം സെറ്റായിട്ടുണ്ടെന്ന് പറയും. അത് അമ്മ ഇങ്ങനെ നമ്മോട് സംസാരിക്കുക, അത് രസമാണ്. അതായത് അമ്മ ഇവളോട് പറയും, ഈ രാത്രി തന്നെ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇവൾ സ്വരം കേൾക്കണ പോലെ അത് അവൾ ആന്തരിക ആത്മാവിൽ മനസ്സിലാക്കും. ഈ കൃപാസന അമ്മയുടെ ഒരു രീതി അതാണ്. അത് ഡയറക്റ്റാണ് സംസാരിക്കുക. കാണേണ്ട പാട്ടിൽ വന്ന് കാണും, സംസാരിക്കേണ്ട പാട്ടിൽ വന്ന് സംസാരിക്കും. അന്തരക്കരണം കൊണ്ട് നമ്മളത് കേൾക്കും, അന്തജ്ഞാനം കൊണ്ടത് തിരിച്ചറിയും നമ്മൾ. ഇങ്ങനെ നമ്മൾ ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത തരത്തിലുള്ള സാക്ഷ്യങ്ങളാണ് ആൾക്കാർ പറയണത്. അപ്പോൾ അമ്മ അവളോട് പറയും, ഇന്ന് രാത്രി ഈ വിഷയം സെറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ അതൊക്കെ സമാധാനത്തിൽ ഇവിടെ കിടന്ന് ഉറങ്ങും. ഉറങ്ങിയിട്ട് അവളെ കെട്ടിച്ച വീട്ടിൽ നിന്ന് രാവിലെ അവളുടെ സ്വന്തം അമ്മയെ വിളിക്കും. അമ്മ ഇന്നലെ രാത്രി വല്ലതും സംഭവിച്ചാൽ, അമ്മ എന്നോട് പറഞ്ഞായിരുന്നു എന്നുള്ള രീതിയിൽ കാര്യം പറയത്തില്ല. ഇന്നലെ രാത്രി ആങ്ങളുടെ കല്യാണമായിട്ട് വല്ലതും സംഭവിച്ചാൽ, അപ്പോൾ ഉടനെ പറയും, ഇന്നലെ രാത്രി 8:30 കഴിഞ്ഞപ്പോഴൊരു കോൾ ഉണ്ടായിരുന്നു, അവരിങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്, കല്യാണം കെട്ടിക്കാൻ തയ്യാറാണോ, നിങ്ങളുടെ മകനെ ഞങ്ങളുടെ മകൾക്ക് ആലോചിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചെന്ന്. അപ്പോൾ ഇവൾ പറഞ്ഞു, ദാറ്റ്സ് ഓക്കെ, അത് അമ്മയുടെ കേസാണ്, ഇനി അത് കളയണ്ട, ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ഇനിയൊന്നും അറിയണ്ട, തിരക്കണ്ട, അന്വേഷിക്കണ്ട, നമുക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ അത് പെട്ടെന്ന് കല്യാണം വിത്തിൻ ഒരു വീക്കിലെ കല്യാണം കല്യാണം നടക്കും. നമ്മളെൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ചെറുക്കന്മാരും പറയും, പെണ്ണുങ്ങളും പറയും, അല്ല ഞാനെവിടെ പോകാനാണ്, അമ്മ എങ്ങനെ പോയി പ്രാർത്ഥിക്കുക, അവൾക്ക് ചമ്മല. ദൈവത്തോട് അവൾക്ക് ജീവിത പങ്കാളിയെ കിട്ടണില്ലെന്ന് പറയാൻ ചമ്മല. അതാണ് പ്രശ്നം, അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് ദൈവത്തോട് തുറന്ന് പറയാൻ പറ്റണില്ല, അത്രയും എളിമയില്ല നിങ്ങൾക്ക്. മര്യാദയ്ക്ക് ചോദിക്കണം വായിട്ട്, അമ്മ എന്താ ഞാൻ ഇങ്ങനെ നിന്ന് പോകാനാണ് അമ്മ ആഗ്രഹിക്കുന്നത്, എൻ്റെ കാര്യത്തിൽ അമ്മയുടെ ഒരു തീരുമാനമൊന്നും ഇല്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു സ്നേഹം ഉണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തോട്. നമ്മൾ അതിനു വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഉടമ്പടി നിങ്ങൾ ദൈവസ്നേഹത്തേക്ക് വളർത്തണം, വിശ്വാസത്തേക്ക് വളർത്തണം,
പ്രത്യാശയൊക്കെ വളർത്തണം. പ്രാർത്ഥിക്കുക, കർത്താവേ കർത്താവേ, ഉടമ്പടിയിലൂടെ എന്നെ ദൈവസ്നേഹത്തിലേക്ക് വളർത്തണമേ, വിശ്വാസത്തിലേക്ക് വളർത്തണമേ, പ്രത്യാശയിലേക്ക് വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. സ്നേഹമേ സ്നേഹമേ ആരാധന 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 ജീവനേ ജീവനേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ ഡയലോഗുകളിലേക്ക് ആണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരണത്. ഇതുണ്ട്, ഓരോ വ്യക്തികൾ ദൈവത്തോട് സംസാരിക്കണുണ്ടല്ലേ, അമ്മയോട് തുറന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് അവർ തന്നെ സമയം ഫിക്സ് ചെയ്യാൻ, ഇന്ന് രാത്രി അമ്മ ഈ വിഷയം സെറ്റാകണം. അപ്പോൾ എന്നിട്ട് അത് തന്നെയാണ് അവരുടെ വാക്ക് ഏറ്റെടുത്തിട്ടാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ, അമ്മ ദൈവത്തിന് കിട്ടിയ ഒരു അമ്മഭാവമാണ് ശരിക്കും പറഞ്ഞാൽ. പരിശുദ്ധ മറിയം സൃഷ്ടിയാണ്, നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ച ഒരാളാണ്. പക്ഷേ ദൈവത്തിന് ഇതിലൂടെ കൈവന്ന ഒരു മാതൃഭാവമുണ്ട്, ഭയങ്കര പരിപാലന. ദൈവം അത് അമ്മയിലൂടെ ശരിക്കും നിർവഹിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തിൻ്റെ നിലപാട് എന്താ? ദൈവത്തിൻ്റെ നിലപാടല്ലല്ലോ അമ്മയുടെ നിലപാട്, രണ്ടും രണ്ടാ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ നിലപാട് ഭയങ്കര ഉയർന്നൊരു നിലപാടാണ്, അമ്മയുടെ നിലപാട് താഴ്ന്ന നിലപാടാണ്. നിൻ്റെ അവസ്ഥയിലേക്ക് താഴ്ന്നു വരൂ. ദൈവം എന്താ പറഞ്ഞിരിക്കണത്? 12:29 വായിച്ച്, ലൂക്കാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 12:29. ലൂക്ക 12:29. എന്ത് തിന്നുമെന്നോ എന്ത് തിന്നുമെന്നോ എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആകുലചിത്തരാവുകയും വേണ്ട. ആകുലചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. മനസ്സിൽ പിടിച്ചേ. ലൂക്ക 12:29. എന്ത് പറഞ്ഞ ഒന്ന് എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ വിചാരിച്ച് ആകുലചിത്തരാകേണ്ട. ആരാണിത് അന്വേഷിക്കണം എന്നാ പറയണത്? ഈ ലോകത്തിന്റെ സന്തതികളാണ് ഇതൊക്കെ അന്വേഷിക്കണം. അപ്പോൾ ഇതല്ലേ ക്രിസ്തുവിൻ്റെ ഒരു നിലപാട്? കണ്ട, ദൈവികമായ നിലപാട് ഉയർന്ന നിലപാടാണ്. ഈ നിലപാടുള്ള ആളിൻ്റെ അടുത്ത് എന്നിട്ടാണ് പറയണത് അവർക്ക് വീഞ്ഞില്ലെന്ന്. മനസ്സിലായില്ലേ? ഈ നിലപാട് എന്താണ്? എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ ചിന്തിച്ച് ആകുലപ്പെടേണ്ട. പിന്നെ ആരാണത് അന്വേഷിക്കണത്? ഈ ലോകത്തിൻ്റെ സന്തതികളാണ്. അപ്പോൾ എന്താണ്? അമ്മ ഈ ലോകത്തിൻ്റെ സന്തതിയായിട്ട് താന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യണത്. അത് മനസ്സിലായില്ലേ? അതായത് നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദൈവികമായൊരു നിലവാരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിലപാട്. ഞാനിപ്പോൾ ഒരു അമ്മ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയത ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളോട് മുഖം തിരിച്ച് നിൽക്കേണ്ടി വന്നേനാ. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം എന്താണ്? എന്ത് കുടിക്കുമെന്നോ എന്ത് തിന്നുമെന്നോ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആകുലചിത്തരാകേണ്ട. ലോകത്തിൻ്റെ സന്തതികളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. ആ എന്ത് കുടിക്കുമെന്ന് പോലും ആകുലചിത്തരാകേണ്ട എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. മനസ്സിലായ? അപ്പോൾ രണ്ട് വിഷയമാണ് ഇദ്ദേഹത്തെ ബ്രാൻഡഡ് ആകണത്. അതായത് ദൈവത്തിൻ്റെ നിലപാടിൽ എന്ത് കുടിക്കുമെന്ന് എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, എന്ത് ഭക്ഷിക്കുമെന്ന് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് ഉത്കണ്ഠാകുലരായതുകൊണ്ട് തന്നെ അവർ ലോകത്തിൻ്റെ സന്താനങ്ങളാണ്. അവർക്ക് വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇതാണ് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ്. ഈ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിനെ കൗൺട്രാക്ട് ചെയ്തുകൊണ്ടാണ് അമ്മ നമ്മുടെ കണ്ണുനീര്
കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കുന്നത്. ഇതാണ് അമ്മ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് അമ്മയെ തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. എന്നുടെ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങളെപ്പം കേൾക്കുന്നവർ മനസ്സിലാക്കണം എന്നറിയാവോ? അതായത് കേൾക്കുന്ന വിചാരിക്കും, ഓ കുടിച്ചും തിന്നൊക്കെ അമ്മയുടെ കൂടെ കഴിയാവില്ല. അതല്ല അമ്മയുടെ ഉദ്ദേശം. അമ്മയുടെ മനസ്സിൽ പറയും, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയമാണ്. ആരെ? ഈശോനെ. നിങ്ങൾക്ക് ഒരു അടയാളം സംഭവിക്കുമ്പോൾ എന്താണ് ദൈവം ചെയ്യണത്? അമ്മയിലൂടെ ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മനസ്സിലായില്ലേ? അമ്മ ഒരു കൈച്ചൂണ്ടിയാണ്. ഇതാണ് വഴി, ഇതിലേ പോയാൽ ക്രിസ്തുവിനെ കണ്ടെത്താം. അതാണ് അമ്മ. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ നടക്കേണ്ട വഴി പരിശുദ്ധ അമ്മയിലൂടെ കാണിച്ചു തരുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ആൻസിയോട് പറഞ്ഞു, ഇപ്പം ആങ്ങളുടെ കല്യാണം നടന്നല്ലോ. ഇപ്പം ആൻസി വളരെ അഭിഷിക്തയായിട്ട് നിൽക്കുകയാണ്. ആൻസിയോട് ആരോ പറഞ്ഞു, കൂട്ടുകാരത്തി പറഞ്ഞു, ആൻസി നീ IELTS എഴുതണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തുമാത്രം ഗ്യാപ്പാണെന്ന് നോക്കിയേ, 12 കൊല്ലമായി ഗ്യാപ്പ്. 2012 നഴ്സിംഗ് പാസ് ഔട്ട് ചെയ്ത ആളാണ്. ജീവിതം തീർന്ന്. ഇപ്പം ആരാണ്ട് വന്ന് ചോദിക്കുകയാണ്, എന്താ ചോദിക്കണേ, കൂട്ടുകാർ ചോദിക്കുകയാണ്, ആൻസി IELTS എഴുതണുണ്ടോ? അപ്പം അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല, അങ്ങനെ ഒരു ആലോചന പോലും ഇല്ല. ആ ഫീൽഡ് വിട്ടതാണ്, ആ ഫയൽ ക്ലോസ് ചെയ്തതാണ്. ഓർക്കുക, കൃപാസന മാതാവ് നിൻ്റെ ഓപ്പൺ ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്ത ഫയൽ പിടിപ്പിക്കും. കാര്യം തന്നെ, അവർ അഹ്റോൻ്റെ പുത്രിയാണ്. അഹ്റോൻ്റെ നമുക്കറിയാമല്ലോ, ഒരു പച്ചത്തിരി ഇതിനകത്തുണ്ടല്ലോ, ഇല്ലേ? ഉടമ്പടിയിൽ ഒരു പച്ചത്തിരിയുണ്ട്. അതെന്താണ്? പ്രളയം കഴിഞ്ഞു എന്ന് നിന്നോട് പറയുകയാണ്. പച്ചത്തിരി നിനക്ക് തരുമ്പോൾ എന്താണ് കൃപാസനം അമ്മ നിന്നോട് പറയണത്? മകളെ, മകനെ, നിൻ്റെ ജീവിതത്തിൽ പ്രളയം കഴിഞ്ഞു. ബൈബിളിൽ പ്രളയം കഴിയുമ്പോഴല്ലേ, കര തെളിയുമ്പോഴല്ലേ ഒരുവിൻ്റെ കൊമ്പും കൊത്തിക്കൊണ്ട് പ്രാവ് വരണത്. അത് പച്ച നിറമാണ്. കൈയിടിച്ച് കർത്താവ് ഞങ്ങളുടെ വരണ്ട കമ്പുകളെ തളിപ്പിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. മാതാവേ എന്റെ നല്ലമ്മേ, നീ എന്നാശ്രയം ഏതു നേരത്തും. മേരി മാതാവേ എന്റെ നല്ലമ്മേ, നീ എന്നാശ്രയം ഏതു നേരത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജാൻസി അമ്മയോട് പറഞ്ഞു, അമ്മേ, ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ എന്നെ IELTS വിളിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് വയസ്സ് 35. അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് ചമ്മലാണ്. അവിടെ 20 വയസ്സുകാരാണ് ഇരിക്കണത്. ക്ലാസ്സിൽ 20 വയസ്സുകാരാണ് ഇരിക്കണത്. എനിക്ക് വയസ്സ് 35. അവരാണെങ്കിൽ 20 വയസ്സുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ല, ഭയങ്കര ക്യാച്ചിങ്ങാണ്. അവർ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചിട്ടല്ലേ എപ്പോഴാണെന്ന് അവർ സായിപ്പിനെ പോലെ ഇംഗ്ലീഷ് പറയണത്. ഇവിടെ കുറേ വർഷം കഴിഞ്ഞ് ഗ്യാപ്പ് വിട്ട് ടച്ച് വിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ വളരെ പുറകിലെ ആളായത് കാരണം മുമ്പിൽ കൊണ്ടുവരാൻ, മുമ്പിൽ ഇവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. പക്ഷേ മദർ കോൺഫിഡൻസ് കൊടുക്കും. ഉടമ്പടിയോട് കൂടി ഉടമ്പടി നിങ്ങൾക്ക് കോൺഫിഡൻസ് തരും. അമ്മ ഇവളുടെ കോൺഫിഡൻസ് കൊടുത്ത് പറയും, നീ അവളുടെ കൂടെ ഒന്ന് എളിമപ്പെട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നീ അവരെ കൊച്ചുപോലെ, അവർ 70 വയസ്സുകാരാണ്, നീ 35 പറഞ്ഞുകൊണ്ട് നീ ചമ്മരുത്, അതിൻ്റെ അഹങ്കാരമാണ്. നീ എളിമപ്പെടണം. എളിമപ്പെട്ടിട്ട് അവിടെ കൂടെ പോയിരിക്കണം. ബാക്കിയുള്ളത് ചെയ്യണതാരാ? ഞാനാ.
അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്താൽ മതി. അതിൻ്റെ ഫലം ആരുടെ കയ്യിലാണ് ഉള്ളത്? ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. നിങ്ങളോട് അപ്പോൾ ആൻസി അത് മനസ്സിലാക്കിയിട്ട് അവിടെ 20 വയസ്സുകാരുടെ കൂടെ ഇരുന്ന് പോയി പഠിച്ചു. പഠിക്കുക മാത്രമില്ല, പഠിച്ചിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവൾ പാസ്സായി. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ഞങ്ങളെ എളിമപ്പെടുത്തി അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നീ എന്നാശ്രയം ഏതു നേരത്തും മേരി മാതാവേ എൻ്റെ നല്ലമ്മേ, നീ എന്നാശ്രയം ഏതു നേരത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മ നമ്മുടെ ജീവിതമാണ് നോക്കുന്നത്. മനസ്സിലായില്ലേ? നിൻ്റെ ജീവിതം, നിൻ്റെ അവസ്ഥ, നിൻ്റെ കണ്ണ് നിറയുന്നുണ്ടോ? നിൻ്റെ കൺകോളിൽ ഒളിച്ചിരിക്കുന്ന കണ്ണുനീര് കാണുന്ന അമ്മയുടെ സൗഹൃദമാണ് നമുക്ക് ഉടമ്പടി നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അമ്മയെപ്പോലെ വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും ഉടമ്പടിയിൽ അങ്ങ് മുഴുകണം. അങ്ങനെ മുഴുകിയ ദൈവം ഓൺലൈനാണ്. ആൻസി പരീക്ഷയൊക്കെ പാസ്സാക്കി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും. ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ, അയൽ ടെസ്റ്റുകാരെയും വിസ വരാത്തവരെയും ഓഫർ ലെറ്റർ വന്നവരെയും പൈസ കൊടുത്തവരെയും പ്രതിസന്ധിയിലായവരെയും എല്ലാവരെയും നേരത്തെ പ്രാർത്ഥിക്കുക. ഇപ്പം ആൻസി പറയണത്, ആൻസിയുടെ തലയെ കൈ വെച്ചിട്ട് ഞാൻ ഇവരുടെ പാസ്പോർട്ട് കൊണ്ട് അമ്മയെടുത്ത് കൊടുക്കും. പാസ്പോർട്ട് കൊടുക്കുമ്പോൾ അമ്മ 4 എന്ന് എന്നോട് പറയും. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് പറയും, ആൻസി 4:14 അമ്മ പറയുന്നുണ്ട്. അപ്പോൾ കുഴപ്പമുള്ള കേസല്ലേ ഇത്, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് 4:14 എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അവളത് അമ്മ പറയാതെ വിശ്വസിച്ചോ. നമുക്കറിയാം, ഇവിടെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിൽ കർത്താവ് എനിക്കൊരു ബോധ്യം തരും. അപ്പോൾ ഞാനത് അവരോട് പാസ് ചെയ്യും. അപ്പോൾ 4:14 അമ്മ പറയുന്നുണ്ട്, വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എന്താ വെച്ചാൽ പൊട്ടക്കേസല്ലേ ഇത്, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ 4-ാം മാസത്തിൽ അവൾ കയറിപ്പോയി. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാതാവേ എൻ്റെ നല്ലമ്മേ, നീ എന്നാശ്രയം ഏതു നേരത്തും മേരി മാതാവേ എൻ്റെ നല്ലമ്മേ, നീ എന്നാശ്രയം ഏതു നേരത്തും. അതായത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ, ഒരു ടൈം കഴിഞ്ഞാൽ എൻ്റെ മക്കളെ മെക്കാനിക്കൽ, ഇപ്പം നമുക്കറിയാമല്ലോ, പണ്ട് ഈ ലോറിയൊക്കെ ഓടിക്കണില്ലേ, പഴയ ലോറിയൊക്കെ അല്ലേ, 5 ടൺ ലോറിയൊക്കെ ഓടിക്കുമ്പോൾ അത് മെക്കാനിക്കൽ സ്റ്റിയറിങ്ങാണ്. അതൊക്കെ ഇങ്ങനെ സ്റ്റിയറിങ് പിടിച്ച് വളക്കണമെങ്കിൽ ഡ്രൈവറിൻ്റെ 18 മസിലും നമുക്ക് കാണാം, പുറത്ത് കാണിക്കാതെ. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോഴേ പവർ സ്റ്റിയറിംഗ് അല്ലേ, അതിങ്ങനെയല്ലേ കാണിക്കത്തുള്ളവർ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പ്രെയർ പവർ സ്റ്റിയറിങ്ങിലാക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇത് അഭിഷേകമാകും. ഇപ്പോൾ ആൻസിയുടെ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കത് തോന്നിയത്, ആൻസിക്ക് ഭയങ്കര പേടിയാണ് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ്, വിറക്കും, പിന്നെ വിറക്കും, പല പ്രശ്നങ്ങളാണ്. പക്ഷേ ഒരു പ്രാവശ്യം ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവൾ ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അഭിഷേകമായിട്ട് കിട്ടും. പുസ്തകം നോക്കാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഉടനെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന വായിന്ന് വരും. അതിന് അഭിഷേകം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ, നമ്മളൊരു പ്രഗ്നൻസിയിൽ മകളുടെ പ്രസവത്തിന് പോയി നിൽക്കുകയാണ്. അപ്പോൾ അവളെ ഓപ്പറേഷൻ തിയേറ്റർ കയറ്റി, അപ്പോൾ അമ്മ പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആരും പറയണ്ട, പ്രത്യക്ഷിക പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവും നന്മ പറഞ്ഞ വരെയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതിനാണ് പ്രയറിൻ്റെ പവർ സ്റ്റിയറിംഗ് എന്ന് പറയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ട്. ഇപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവളെ പറയണത്, ഞാൻ ഇത്രയും പേടിച്ച് വേർത്തും ഭയപ്പെട്ടുമൊക്കെയാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴേ വണ്ടിയെ താക്കോൽ ഇട്ട് തിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അറിയാതെ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ എനിക്കറിയാം, ഞാനത് കുറച്ച് ഞാൻ മനസ്സിലാക്കണത്, ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ല എന്ന്. അപ്പോൾ ഭയമെല്ലാം പോയി. പ്രയർ അഭിഷേകമായി കഴിഞ്ഞാൽ ഭയം പോകും. ഭയത്തെ കളയാൻ ഏറ്റവും നല്ല കാര്യം. ഇപ്പോൾ എന്ത് വിഷയമായാലും നിങ്ങളിത് അഭിഷേകമായി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും അനുബന്ധ പ്രാർത്ഥനകളും അഭിഷേകമാകാൻ എന്നെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, 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 കൃപയാകണമേ.
മാതാവേ എൻ്റെ നല്ലമ്മേ നീ എന്നാശ്രയം ഏതു നേരത്തും മേരി മാതാവേ എൻ്റെ നല്ലമ്മേ നീ എന്നാശ്രയം ഏതു നേരത്തും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പോൾ നിങ്ങൾ ഈ ഉടമ്പടി 1, 2 ഒക്കെ പുതുക്കിയവരില്ലേ? ഇപ്പോൾ ഉടമ്പടി സിൽവർ ഗ്രേ നിങ്ങൾ കണ്ടോ? 10-12 പേർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഉടമ്പടി സിൽവർ ഗ്രേ. വെച്ചാൽ 4-ാം കൊല്ലം ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ് സിൽവർ ഗ്രേ വരണം ഫസ്റ്റ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ജീവിത രീതിയാകും. ഉടമ്പടി ജീവിത രീതിയാകും. ചിലപ്പോൾ 1,00,000 പേർ ഉടമ്പടി എടുത്താൽ ചിലപ്പോൾ 10 പേരൊക്കെ ആ മേഖല വരത്തുള്ളായിരിക്കും. ഇനി കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാര്യം ആൾക്കാർ ഒത്തിരി പേര് ഉടമ്പടി ജീവിത രീതി പോലെ എടുക്കുന്നുണ്ട്. കാര്യം അത് കൗതാശികമായിട്ട് ആൾക്കാരെ ശക്തിപ്പെടുത്തും, സഭയുമായിട്ട് ശക്തിപ്പെടുത്തും. അവൻ ഏത് സഭയിലാണ് വിശ്വസിക്കണം ആ സഭയിൽ അവനെ ശക്തിപ്പെടുത്തും. അങ്ങനെ കൃത്യതയോടുകൂടി ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് ഏറ്റവും സെറ്റ് കാര്യങ്ങളിൽ, അതായത് നമ്മൾക്ക് ഇന്ന കാര്യമൊന്നുമല്ല, എന്ത് കാര്യവും നമുക്ക് കമ്മ്യൂണിക്കബിളാണ്. ഒരു മരിയ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണവതാണ്. അമ്മയ്ക്കൊന്നും നിസ്സാര ചെറിയ കാര്യങ്ങളല്ല. അമ്മ സന്തോഷിക്കണമൊക്കെ വലിയ കാര്യത്തിലായിരിക്കും, ചെറിയ കാര്യത്തിൽ സന്തോഷിക്കത്തില്ല. പക്ഷെ എന്നൊക്കെയല്ല, അതായത് അമ്മ സന്തോഷിക്കണതൊക്കെ വലിയ കാര്യത്തിലാണ് സന്തോഷിക്കണത്. ചെറിയ കാര്യത്തിൽ നിങ്ങളും അതുപോലെ ഇരിക്കണം, ഞാനും അതുപോലെ ഇരിക്കണം. ചെറിയ കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം 1:49 എടുത്തേ. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്നേറ്റ് പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പൊ ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് പറയുമ്പോഴേ അത് അതിന്റെ ഫീൽ എന്താണ്? സന്തോഷമാണ്. സന്തോഷത്തിലാണ് ഇത് പറയണത്. സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്താണ്? ലുക്ക 1:47 എടുത്തേ. ലുക്ക 1:47 എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പൊ അമ്മയുടെ ആനന്ദം എപ്പോഴും ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായില്ലേ? ശരീരത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരു വിശ്വാസിയുടെ ആനന്ദം എപ്പോഴും ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കാര്യം ക്രിസ്തുവിന് മഹത്വം ഉണ്ടാ നമുക്ക് ആനന്ദമുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ കാര്യത്തിൽ താമസിച്ചു പോയാലും, നമ്മുടെ രോഗം സുഖപ്പെടാതെ താമസിച്ചാലും, അതുവഴി നമ്മുടെ വിശ്വാസം വളർന്ന് ക്രിസ്തുവിന് മഹത്വം ഉണ്ടായി നമുക്കെന്താ ഉണ്ടാകണം? ആനന്ദം ഉണ്ടാകണം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് അമ്മയുടെ ആനന്ദം എങ്ങനെയാണ്? വലിയ കാര്യങ്ങളിലാണ് അമ്മ ആനന്ദിക്കണത്. ആ ആനന്ദത്തിന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ കാര്യങ്ങളിൽ ആനന്ദത്തിന് കാരണമില്ല, അത് നിസ്സാരമായിട്ട് കരുതും. അതിൻ്റെ ഗുണം എന്താണെന്നറിയാവോ? വലിയ കാര്യങ്ങളിലാണ് ആനന്ദിക്കണമെന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കലി സ്പീക്കിംഗ് ആ വ്യക്തി വലിയ കാര്യങ്ങളിൽ ദുഃഖം ഉണ്ടാകത്തുള്ളവർക്ക് ചെറിയ കാര്യങ്ങളിൽ ദുഃഖം ഉണ്ടാകത്തില്ല. പിടിയിട്ടില്ലേ? വെരി സിമ്പിളാണ്. അമ്മയിൽ നിന്ന് കുറച്ച് പഠിക്കാനുണ്ട് നമുക്ക്. ഇപ്പം അമ്മയുടെ ഇപ്പം ലൂക്ക 1:49 എന്താ പറയണത്? ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആനന്ദത്തോടെ അത് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ലൂക്ക 1:47 എന്താണ്? എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോഴേ അമ്മയുടെ ആനന്ദത്തിന്റെ അടിസ്ഥാനം രക്ഷകനായ ദൈവമാണ്. രക്ഷകനായ ദൈവം ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിലുള്ള ആനന്ദമാണ് എല്ലാ വിഷയത്തിൻ്റെ ആനന്ദമായാലും ദുഃഖമായാലും അമ്മയുടെ ആത്മീയതയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിൽ മാത്രം ആനന്ദിക്കുന്ന കാരണം വലിയ കാര്യങ്ങൾ മാത്രമേ അമ്മയെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് ചെറിയ കാര്യങ്ങളിൽ അമ്മയ്ക്ക് സന്തോഷം അത്ര കണ്ട് പ്രാധാന്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് അമ്മയുടെ ദുഃഖത്തിൻ്റെ നിലവാരവും. ചെറിയ കാര്യങ്ങളൊന്നും ദുഃഖിക്കത്തില്ല. നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതൊക്കെ മോങ്ങിക്കൊണ്ട് നടക്കുന്നതിൻ്റെ അർത്ഥം. ക്രിസ്ത്യൻ ജീവിതം അങ്ങനെയാണ്, മനസ്സിലായില്ലേ? പട്ടിമോങ്ങണ പോലെ കാണണം എല്ലാത്തും. ഇപ്പോൾ ഒരു പെണ്ണ് നേരത്തെ പറഞ്ഞു എൻ്റെ മകള് ലൈൻ അടിച്ചവൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കാര്യം എന്ന്. എന്താ കാര്യം? നിനക്കിനി ഇപ്പം എൻ്റെ അവന് ചെറുക്കിടക്കണ ആവശ്യമില്ല ഉണ്ടാ? ഇല്ല, തീർന്നു. ആ പ്രശ്നം തീർന്നു. എല്ലാ പ്രശ്നവും തിരിക്കണം നിനക്ക്. ഞാൻ പറഞ്ഞ് മക്കളെ പറഞ്ഞ് വിടരുത് കേട്ടാ. എന്താ ഇവിടെ എല്ലാത്തിനും മോങ്ങണ പാർട്ടിയാണ്. ഞാൻ പറഞ്ഞു നിൻ്റെ ഭർത്താവ് വെള്ളം അടിച്ചെന്നും പറഞ്ഞു നീ എൻ്റെ അടുത്ത് മോങ്ങിയില്ലേ കുറേ നാളായിട്ട്? ശരി,
അപ്പോൾ ഇത് വെള്ളോടെ നിർത്തിയാ ഇപ്പം? ഇല്ല. മോങ്ങൽ നിർത്തിയാ? ഇല്ല. അല്ല പിന്നെ എന്താ മോങ്ങണത്? പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് നിങ്ങളിങ്ങനെ ഓരോ കാര്യത്തിനും കരയാൻ തുടങ്ങിയ മരണം വരെ കരയേണ്ടി വരും. കരയേണ്ടെന്ന് തീരുമാനിച്ച ക്രിസ്തുവിലെ പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിൽ തീരുമാനിക്കുന്നു, ഞാൻ ക്രിസ്തുവിൽ തീരുമാനിക്കുന്നു, ഇനി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഞാൻ കരയത്തില്ല. ക്രിസ്തു കൈമോശം വന്നാൽ മാത്രമേ ഞാൻ വലിയ വിഷമം പരിശുദ്ധ അമ്മയെ പോലെ പ്രകടിപ്പിക്കത്തുള്ളൂ. ആത്മാവെ പരിശുദ്ധാത്മാവേ സുവിശേഷത്തിന്റെ പക്വതയിലേക്ക് പരിശുദ്ധ അമ്മ പ്രകടിപ്പിച്ച ജീവിത സമീപനത്തിലേക്ക് ഉടമ്പടിയിലൂടെ എന്നെ ഉയർത്തണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാൽ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാൽ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിയൻ എന്ന് പറയണത് ഒരു ജീവിത സമീപനവുമാണ്, അതുപോലെ തന്നെ ഒരു സംസ്കാരമാണ്. മരിയൻ ഒരു സ്വഭാവമാണ്. മരിയൻ സ്വഭാവം, മരിയൻ സമീപനം, മരിയൻ സംസ്കാരം. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കി മുന്നേറുന്ന മറിയത്തിൻ്റെ ജീവിത സമീപനങ്ങൾ നമ്മളെ സുവിശേഷ പക്വതയിലേക്ക് നയിക്കും. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ദൈവസ്നേഹത്തോടെ ജീവിതത്തെ സുവിശേഷ വിഹിതമായി സമീപിച്ചുകൊണ്ട് ഈടുള്ള വിശ്വാസിയായി മാറുമ്പോൾ ആണ് അഭിഷേകം നമുക്ക് ലഭിക്കുന്നത്. ദൈവമായിട്ട് ഓൺലൈനായി കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം തുടങ്ങും. അഭിഷേകം ആദ്യം അറിവായിട്ട് നമുക്ക് വരണത്. അറിവിൻ്റെ ആത്മജ്ഞാനം പ്രാപിക്കുമ്പോഴാണ്, അറിവിൽ ഒരു ഇന്ദ്രിയം കൂടി കയറുമ്പോൾ ആത്മാവിൻ്റെ ഇപ്പം നമ്മൾ അന്ധക്കരണം, അന്തർനേത്രം, അന്തർജ്ഞാനം എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ആന്തരിക മനുഷ്യൻ്റെ അവയവങ്ങൾ ദൈവത്തെ അറിയുന്ന സംവേദനക്ഷമതയുള്ള സംവിധാനങ്ങൾ കൂടി അതിനകത്ത് പങ്കെടുക്കുമ്പോൾ ഈ അറിവൊക്കെ അഭിഷേകമായിട്ട് മാറും. അഭിഷേകമായി മാറിയാൽ എന്താ ഗുണം? നമുക്ക് വചനം ഇപ്പം തന്നെ കർത്താവ് ചോദിക്കണില്ലേ, അമ്മ രക്ഷപ്പെട്ടത് എവിടെയാണ്? വചനം അഭിഷേകപൂർവം ഗ്രഹിക്കാൻ കഴിഞ്ഞപ്പോഴാണ് അമ്മ രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഈശോ നോട്ടടിക്കണേ ചെയ്തത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? എനിക്കും നിനക്കും എന്ത്, അല്ലേ? 2:4 അത് നിങ്ങൾ അമ്മയുടെ അടുത്ത് നെഗറ്റീവാണ് പറഞ്ഞിരിക്കണത്. പക്ഷേ അമ്മ അതിൻ്റെ അകത്ത് അഭിഷേകമുള്ളത് കൊണ്ടാണ് അത് പോസിറ്റീവായിട്ട് തിരിച്ചറിഞ്ഞത്. എന്താണ് ഇപ്പോൾ അമ്മയോട് അമ്മ ഈശോയോട് എന്താ പറഞ്ഞത്? 2:4 യോഹന്നാന്റെ സുവിശേഷം, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ ഈശോ എന്താ തിരിച്ചു പറയണത്? അതിനെനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനി സായി. അപ്പോൾ എൻ്റെ സമയം ഇനി ആയിട്ടില്ലെന്ന് പറയുമ്പോൾ അഭിഷേക വിധി പ്രകാരം അമ്മ എങ്ങനെയാണ് അത് ഗ്രഹിക്കണത്? അപ്പോൾ സമയം കഴിഞ്ഞിട്ടില്ലെന്നാണ്. മനസ്സിലായില്ലേ? അനുഗ്രഹത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല, ആയിട്ടില്ലെന്ന് പറയുമ്പോൾ ഈശോയും ഏതാണ്ട് ഇതേ രീതിയിലാണ് നിങ്ങൾ സുവിശേഷം വായിക്കണമെന്ന് ആഗ്രഹിക്കണത്. കർത്താവ് പറഞ്ഞു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്ന? രണ്ട് വിഷയമാണ്. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന കാര്യത്തിന് ഇവർ ബുദ്ധി കൊണ്ട് ആലോചിച്ച് അതിൻ്റെ സിക്സിൻ ലേബൺ, പിന്നെ അതിൻ്റെ ജീവിത സാഹചര്യം, അതിൻ്റെ ഹെർമനോട്ടിക്സ്, അതിൻ്റെ എറ്റിമോളജി, അവൻ്റെ ജിയോഗ്രഫി, ഇങ്ങനെ കുറേ കാര്യം ഒന്നും ആവശ്യമില്ല, പല കാര്യവും ആവശ്യമില്ലാത്തതാണ്. കാര്യം അതിനകത്ത് ക്രിസ്തുവിനെ അറിയാൻ ഇതൊന്നും ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് പഠിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു.
പക്ഷേ അത് പോട്ടെ, ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അതൊരു സ്കോളാസ്റ്റിക് അക്കാഡമിക് ലെവലാണ്. എൻ്റെ അക്കാഡമിക് ലെവലിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഇതിൻ്റെ വചനത്തിൻ്റെ അഭിഷേക ലെവലുണ്ട്, അത് വേറെയാണ്. അത് നമ്മൾ ദൈവസ്നേഹത്താൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം, സുവിശേഷ ജീവിതം, സാക്ഷ്യ ജീവിതം ദൈവം അംഗീകരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന ബോധ്യമാണ് അഭിഷേകമായിട്ട് മാറണത്. അതാണ് ഈശോ ചോദിക്കുന്നത്. 12:26 ലൂക്കാന്റെ സുവിശേഷം 10:26. അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നിത്യജീവൻ പ്രാപിക്കാൻ. ചോദ്യം ഇതാണ്. അവൻ ചോദിച്ചത് എന്താണ്? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അതിന് ഈശോ ചോദിച്ചത് എന്താണ്? തിരിച്ച് അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അത് പ്രസക്തമല്ല. അത് ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ചോദിക്കുമ്പോൾ ക്ലിയർ. നീ എന്ത് വായിക്കുന്നു എന്ന് പറയണത്, നിയമത്തിൽ എന്ത് എഴുതിയാലും വചനം നമുക്കറിയാവില്ല. ആകാശം ഭൂമിയും കടന്നു പോയാലും ഞാൻ പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമുണ്ടാവത്തില്ല. എല്ലാ മനുഷ്യ ജീവിത സാഹചര്യവും ഒന്നല്ല. പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളോട് ഒരുമിച്ച് വചനം ഇൻട്രാക്ട് ചെയ്യും. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം വായിച്ച് അർത്ഥം ഗ്രഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇതുപോലെ തന്നെ ഒരു അഭിഷേക നിലവാരമുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉടമ്പടിയിൽ നിന്ന് വിട്ടു പോരുതെന്ന് പറയാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഉടമ്പടി ക്രമപ്രകാരമുള്ള ചിട്ടപ്പടി നിങ്ങൾ കൃപാസനത്തിൽ വരണമെന്നോ അല്ലെങ്കിൽ കൃപാസനത്തിൽ തന്നെ കെട്ടിക്കേട്ട് കാണാത്ത കയറി ഇവിടെ കെട്ടിയിടണമെന്നുള്ള നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉടമ്പടി വന്നില്ലെങ്കിലും ഇവിടെ ഈ ഉടമ്പടിയുടെ ലൈഫിൻ്റെ കാലം കഴിഞ്ഞാലും നിങ്ങളെ ഹൃദയത്തിൽ ഇത് ഫോളോ ചെയ്തുകൊണ്ട് പോകണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവസ്നേഹത്തോടെ കാര്യം വളരെ പക്വതയുള്ള മാതൃകാപരമായ സത്യസന്ധമായ ദൈവം അംഗീകരിക്കുന്ന 10,000ങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളുള്ള നമുക്കറിയാവില്ല വിശ്വാസത്തിൻ്റെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ PSCയുടെ ഒരു ചെയർമാൻ ഉണ്ടായിരുന്നല്ലേ ഇവിടെ, രാധാകൃഷ്ണൻ സാർ അല്ലേ? രാധാകൃഷ്ണൻ സാർ ഇപ്പോൾ ഇവിടെ ഒരു ഭയങ്കര വിവാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഷംസീർ ഒരു വിവാദം ഉണ്ടാക്കി. നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടോ? എന്താ വിവാദം? എന്താണ്? ഗണപതി പ്ലാസ്റ്റിക് സർജറി ചെയ്തതെന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനകത്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അദ്ദേഹത്തെ മതത്തെ നല്ല ശരിക്കും ഉയർത്തി പറയുന്ന ആളാണ്. അപ്പോൾ മറ്റുള്ളവരെ താഴ്ത്തി പറയേണ്ട കാര്യമില്ല. പക്ഷേ താഴ്ത്തി പറഞ്ഞാണെന്ന് ഞാൻ കരുതണില്ല. എന്താ കാര്യത്തിന് അദ്ദേഹവും ഞാനുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ്, അദ്ദേഹം അധ്യക്ഷനായിട്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഉദ്ഘാടനമായിട്ട്. അപ്പോൾ അന്ന് ഷംസീർ പറഞ്ഞത്, ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞത് മുഴുവനും ശാസ്ത്ര കാര്യങ്ങളാണ് പറഞ്ഞത്, AEയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവളുടെ നേച്ചറാണത്. എല്ലാ സ്ഥലങ്ങളിലും പോയി കുഞ്ഞുങ്ങളിലും ശാസ്ത്രീയ ബോധം ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി സംസാരിക്കും. പുള്ളി എവിടെ സംസാരിച്ചാലും ശാസ്ത്രത്തിൻ്റെ ഒരു പങ്ക് അതിനകത്ത് ഉണ്ടാകും. ആ രീതി പറഞ്ഞു പോയതാണ് സംഭവം. അല്ല പുള്ളി മോശം ഉദ്ദേശിച്ച് ഏതെങ്കിലും ഒരു മതത്തെ ഉപദ്രവിക്കണമെന്ന കാര്യത്തിൽ കൂടി പറഞ്ഞതല്ല. പുള്ളി അങ്ങനെ ശാസ്ത്രീയമായിട്ടാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ട രീതിയാണത്. പക്ഷേ എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു നല്ല അദ്ദേഹത്തിൻ്റെ മതത്തിൽ സുന്ദരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം മറ്റുള്ളവരുടെ മതത്തിന് അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സാധനം തന്നെ പ്രധാനമന്ത്രി പണ്ട് പറഞ്ഞിട്ടുണ്ട് സെമിനാറിൽ, സെയിം തിങ്. അന്ന് ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാര്യം സ്വന്തം വീട്ടിലുള്ള ഒരു അമ്മയൊക്കെ പറഞ്ഞാലും മക്കളെ തല്ലിയാലും മക്കൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കണവർ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലാവും. കമൻറ്റ് താഴെ ഈ വിഷയത്തിൻ്റെ താഴെ കമൻറ്റുകളുണ്ട്. എന്താണ് അവസാനം വന്നപ്പോൾ എന്താ വന്നത്? ശാസ്ത്രം ഒരു സ്ഥലത്ത്, പിന്നെ എന്താണ് മിത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞ രീതിയിൽ ആ രീതിയിലാക്കി കളഞ്ഞ ആൾക്കാർ ഒരു സ്ഥലത്ത്. അപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു ഇവിടുത്തെ. അപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ് ഇതാണ്, അതായത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ പറയാണ് ഇതാണ് നിൻ്റെ അപ്പനെന്ന് പറയണത് നമ്മുടെ വിശ്വാസം. അതാണ്
വിശ്വാസം എന്ന് പറയണത്. അമ്മ പറയണ ഇതാണ് നിൻ്റെ അപ്പൻ, ഞാൻ കുഞ്ഞുനാളെ പോലെ അപ്പനെന്ന് വിശ്വസിച്ച് പോവുകയെ, അതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ DNA ടെസ്റ്റിന് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അപ്പനല്ലെന്ന്. അത് ശാസ്ത്രം കമൻറ്റ് അതായത് ഈ മനുഷ്യൻ കേരളം ഒത്തിരി സാക്ഷരത വളർന്നു. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ, അപ്പോൾ ഞാനിത് കമൻറ്റ് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞത് വിശ്വാസം, DNA ടെസ്റ്റ് നടത്തിയപ്പോൾ അല്ലെന്ന് തെളിഞ്ഞത് ശാസ്ത്രം. അപ്പോൾ ഇവിടെ ഒരു വിഷയം വരാൻ പോണത്, DNA ടെസ്റ്റ് നടത്താൻ ആഗ്രഹമുള്ള ആർക്കാണ്? അപ്പനെ സംശയമുള്ള ആൾക്കാരല്ലേ? നമുക്ക് സൃഷ്ടിച്ച ദൈവമാണെന്നൊരു സംശയവും നമുക്കില്ലല്ലോ, ഇല്ലേ? അപ്പനെ സംശയമുള്ള ആൾക്കാർ DNA ടെസ്റ്റ് നടത്തും. യുക്തി കൊണ്ട് കാര്യങ്ങളെ കാണാൻ പോകുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ കാര്യത്തിൽ പോലും ശാസ്ത്രം ഉപയോഗിക്കും. ദൈവം ശാസ്ത്രത്തിൻ്റെ പരിധി വരുന്ന സബ്ജക്റ്റ് അല്ല. ദൈവം ശാസ്ത്രത്തിൻ്റെ പരിധി വരുന്ന സബ്ജക്റ്റ് അല്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം വിശ്വാസത്തിൻ്റെ പരിധി വരുന്ന സബ്ജക്റ്റാണ്. അതുകൊണ്ട് രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, രാധാകൃഷ്ണൻ സാറ് PhD ചെയർമാനാണ്, വിശ്വാസികളുടെ അടിസ്ഥാനം എന്താണ്? അനുഭവങ്ങളാണെന്ന്. അനുഭവങ്ങളാണ് ഈ ഓരോ മതത്തെയും നിലനിർത്തുന്നതും അതിനെ ഉയർത്തുന്നതുമെല്ലാം ആ വിശ്വാസികളുടെ അനുഭവങ്ങളാണ്. അനുഭവങ്ങൾ സംസാരിച്ചോളും. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ നിലപാട് എന്താണ്? അനുഭവമാണെങ്കിൽ പോലും അത് ശാസ്ത്രീയമായിരിക്കണമെന്നാണ്. അതാണ് കൃപാസനം ഹോൾഡ് ചെയ്യണതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കൃപാസനത്തിൻ്റെ അനുഭവമാണെങ്കിൽ പോലും അത് ശാസ്ത്രീയമായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഡിസ്ക്ലൈമർ നോക്കിയാൽ മതി. നിങ്ങൾ കൃപാസനം 10 താഴെ ഒരു അറിയിപ്പുണ്ട്. നിങ്ങളിവിടെ സാക്ഷ്യം പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം സാക്ഷ്യം പറയുന്ന ആളിനാണ്. താല്പര്യം എന്താണ്? അത് എവിഡൻസ് എന്ന് പറയും. നമുക്കറിയാമല്ലോ, അതായത് ഒരു വിഷയത്തിന് അതിൻ്റെ ഇപ്പോൾ ഉദാഹരണം എന്താണ്? അനുമാനം നമ്മളെല്ലാവരും അനുമാനത്തിൽ എത്തിച്ചേരുക. അനുമാനം എന്ന് പറയും, ഇൻഫറൻസ് എന്ന് പറയും. ഇപ്പം നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തെ പോലും ഈ സാക്ഷ്യത്തിൽ പോലും ഉള്ള എന്താ വർക്ക് ചെയ്യണത്? അനുമാനങ്ങളാണ് വർക്ക് ചെയ്യണത്. ചില ആൾക്കാർക്ക് തൊട്ടനുഭവമുണ്ട്, ചില ആൾക്കാർക്ക് കണ്ടനുഭവങ്ങളുണ്ട്. അവരോടത് മാറാൻ പറഞ്ഞാൽ മാറുക. പെടൽ പോയാലും അവർ നിൽക്കും, ഇല്ലേ? മണിപ്പൂരിൽ പെടൽ ചെത്തിയെടുത്തിട്ട് ആ കാട്ടിക്കിടന്ന് അലരിയ പറഞ്ഞിട്ടില്ലേ? അതാണ് വിശ്വാസം. അതിനെ തൊടാൻ പറ്റുമോ? നിങ്ങളുടെ തോക്കിനോ നിങ്ങളുടെ വാളിനോ ഒരു വിശ്വാസിയുടെ നെഞ്ചത്തിട്ട് ഒന്നും ചെയ്യാനില്ല. ഈ ശരീരം കുത്തിക്കയറാൻ തരും. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ, ഐ വിൽ റീബിൽഡ് ഇൻ 3 days. അതാണ് വിശ്വാസം. ഈശോ തന്നെ പറഞ്ഞില്ലേ, നീ ദേവാലയം നശിപ്പിക്കുക, തൻ്റെ ശരീരത്തെക്കുറിച്ച് ഞാൻ അത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാം. അപ്പോൾ വിശ്വാസം എന്ന് പറയണത് പുനരുദ്ധാനത്തിൻ്റെതാണ്. ഏത് തകർച്ച ചെയ്യുന്നു അവൻ പുനരുദ്ധരിച്ച് വരും. ഏത് തകർച്ച ചെയ്യുന്നു. ഇപ്പോൾ മണിപ്പൂരെ സംബന്ധിച്ചിടത്തോളം വളഞ്ഞു വെച്ച് ആക്രമിക്കുന്നു. ഇപ്പോൾ തന്നെ അവിടുത്തെ ബിഷപ്പ് പറയുന്നത് എതിരായിട്ടാണ് കർദിനാൾ പറയണത്. കർദിനാൾ ഓൾസോൾഡ് പറയുന്നത് അത് വർഗീയ വംശ സമരമാണെന്ന് പറയും. അവിടുത്തെ ബിഷപ്പ് പറയും അങ്ങനെയല്ല, വിശ്വാസികളെ വളഞ്ഞു വെച്ച് ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ആരെയും വിശ്വസിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ? ഇപ്പോൾ ഇതുപോലെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കി വരുന്നുണ്ട്. പക്ഷേ എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടായാലും കർത്താവ് കൺഫ്യൂഷൻ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, ഇല്ലേ? എങ്കിലും ധൈര്യമായിരിക്കുവൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ജീവനെ പുനരുദ്ധരിച്ചവനാണെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തെ വിശ്വസിച്ചുകൊണ്ട് കോടിക്കണക്കിന് മനുഷ്യരെ ഇന്ന് വരെ ജീവിച്ച് വന്നിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കൂടെ അവൻ ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഐ വിൽ ബി വിത്ത് യു അൺടു ദ ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് കാട്ടിലാണെങ്കിൽ കാട്ടിൽ, മലയടിവാരത്തിലാണ് മലയടിവാരത്തിൽ, കടലിൽ. ഐ വിൽ നോട്ട് ഇൻ എനി വേ ഡിസോൺ യു. ഞാൻ നിന്നെ ഒരു കാലത്തും നിന്നെ പുറന്തള്ളുകയില്ല. എൻ്റെ സഹോദരങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിവിടെ പാല്, അതുപോലെ കഞ്ഞ്, റോയൽറ്റീസ്, വസ്തു വിൽപ്പന, ജോലി, വീട്, വിവാഹം എന്നും കൊന്ന് നിങ്ങളിതെല്ലാം കിട്ടുമ്പോൾ ഇതാണ് ക്രിസ്തുവെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നിങ്ങളുടെ സ്നേഹമാണ്. പക്ഷേ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് ഇതിലല്ല തീർക്കേണ്ടത്. അത് നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിത്യതയെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, അപ്പുറത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്നെ ലക്ഷ്യമിച്ച് ജീവിക്കുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളെ ഓരോരുത്തരെയും ഹല്ലേലൂയ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുതലോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ
കേൾക്കുക.